പ്രിയമുള്ളവരെ നമസ്കാരം. സജീവ് പാഴൂർ എഴുതി KG അനിൽകുമാർ നിർമ്മിച്ച് കേരള സംസ്ഥാന അവാർഡ് നേടിയ സംവിധായകൻ പ്രേംലാൽ സംവിധാനം ചെയ്ത 2024 ചിത്രമാണ് പഞ്ചവത്സര പദ്ധതി. സിജു വിൽസൺ, സുധീഷ്, നിഷ സാരംഗ്, ഹരീഷ് പേങ്ങൻ, സിബി തോമസ്, ജോളി ചെറിയത്ത്, കൃഷ്ണേന്ദു എ മേനോൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കലമ്പേരി എന്ന ഗ്രാമത്തിലാണ് സിനിമയുടെ പശ്ചാത്തലം. നമ്മുടെ നായകൻ സനോജ് ആ ഗ്രാമത്തിൽ ഒരു അക്ഷയ സെന്റർ നടത്തുന്നു. അവൻ ആ നാട്ടുകാർക്കൊക്കെ വളരെയേറെ പ്രിയപ്പെട്ടവനാണ്. ആർക്കു വേണ്ടിയും എന്ത് സഹായവും ചെയ്യുന്ന ഒരാൾ. എന്നാൽ സ്വന്തം കാര്യം നേടാൻ ചില വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നതോടെ അവൻ ആ നാട്ടുകാർക്കും കൂട്ടത്തിൽ നമുക്കും വില്ലനാകുന്നു. ഗ്രാമത്തിലെ ഒരു റിസോർട്ട് ഉടമ തൻ്റെ റിസോർട്ടിൽ ധാരാളം പണം മുടക്കി അത് തിരിച്ചു പിടിക്കാൻ കൂടുതൽ വിദേശികളെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള മാർഗം തേടിയാണ് നമ്മുടെ നായകനെ സമീപിക്കുന്നത്. റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ കാണുന്ന ഉറങ്ങുന്ന ഒരു രാക്ഷസി പോലുള്ള മലയ്ക്ക് ഒരു കഥയുണ്ടാക്കുന്നു നമ്മുടെ നായകൻ. ആ രാക്ഷസിയെ കൊന്നത് കലംബാസുരൻ എന്ന അസുരനാണെന്നും ആ അസുരൻ ജീവിച്ചിരുന്നുവെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ചില ട്രിക്കുകളും ഒപ്പിക്കുന്നു. അവസാനം ആളുകൾ അതെല്ലാം വിശ്വസിച്ച് കലംബാസുരനെ ദൈവമായി ആരാധിക്കുന്നു. ഓരോ അഭിനേതാവിൻ്റെയും പ്രകടനങ്ങൾ ശരിക്കും പ്രേക്ഷകനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. സജീവ് പാഴൂരിൻ്റെ തിരക്കഥയിൽ ആക്ഷേപഹാസ്യത്തിൻ്റെയും സാമൂഹ്യ വ്യാഖ്യാനത്തിൻ്റെയും കുറിപ്പുകളിൽ സ്പർശിക്കുന്നതിനൊപ്പം പ്രസംഗമോ നിരാകരണമോ ഇല്ലാതെ തന്നെ ആപേക്ഷികമായ ഹാസ്യത്തിൻ്റെ ഉപയോഗത്തിലൂടെ ശക്തമായ സന്ദേശം നൽകുന്നുമുണ്ട്. പ്രാദേശിക ഇതിഹാസങ്ങളുടെയും കിടിലൻ കഥകളുടെയും ഘടകങ്ങൾ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് കഥയിലും സാഹചര്യങ്ങളിലും എളുപ്പത്തിൽ മുഴുകാൻ കഴിയും എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. സൗണ്ട് ട്രാക്കുകളും ഒറിജിനൽ സ്കോറും ഒരുക്കിയിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. റഫീഖ് അഹമ്മദും എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ ഒരുക്കിയിരിക്കുന്നത്. ആൽബി പഞ്ചവത്സര പദ്ധതിയുടെ ക്യാമറ ചലിപ്പിക്കുന്നു. എഡിറ്റിംഗ് കിരൺ ദാസ്. സത്യത്തിൽ ഈ സിനിമയ്ക്ക് ചേരുന്ന പേര് പഞ്ചവത്സര പദ്ധതി എന്നല്ല, ഇന്ത്യ സ്റ്റോറി എന്നോ മറ്റോ ആണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ അരങ്ങേറുന്ന അല്ലെങ്കിൽ നടക്കുന്ന സകലമാന അന്ധവിശ്വാസ വൃത്തികേടുകളും ഈ സിനിമ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഒന്നോ രണ്ടോ പേർ ചേർന്ന് സ്വന്തം കാര്യലാഭങ്ങൾക്ക് വേണ്ടി അന്ധവിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില ദൈവസങ്കല്പങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ മയക്കമരുന്നിനേക്കാൾ വേഗത്തിൽ ഇത്തരം കപട വിശ്വാസങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നത് കൃത്യമായി പറയുന്നുണ്ട് ഈ സിനിമയിൽ. അടുത്തിടെ ഒരു ഭ്രാന്ത് പിടിച്ച സ്ത്രീയുടെ പിന്നാലെ കുറെ പേർ അവർ ചവച്ചു തുപ്പുന്നതും പെറുക്കി തിന്ന് ആളുകൾ അവരെ ദൈവമായി കണ്ട് പിന്നാലെ പോകുന്നത് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ കോണകം മാത്രം ചുറ്റി നടക്കുന്ന ഏതോ ഒരാൾ വേഗത്തിൽ നടന്നു പോകുന്നു. അയാൾക്ക് പിന്നിലും ഒത്തിരി ആളുകൾ പായുന്നതും കണ്ടിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾ കരുതും ഇന്ത്യ ഏതോ 18ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു നടക്കുകയാണോ മറ്റോ എന്നും. മാത്രമല്ല അവർക്ക് പറഞ്ഞു ചിരിക്കാനും വകുപ്പുണ്ട്. പണ്ട് ട്രാൻസ് എന്നൊരു സിനിമയിൽ കുറെ അനാചാരങ്ങളെ തുറന്നു കാട്ടിയിരുന്നു. എന്നാൽ ഇന്നാണ് ആ സിനിമയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. ഒരാൾ നിറഞ്ഞു നിൽക്കുന്ന ഓരോ സ്ത്രീകളെയും തൊടുമ്പോൾ ആ സ്ത്രീകൾ റബ്ബർ പാൽ കുടിച്ചതുപോലെ തുള്ളിക്കളിച്ച് മറിഞ്ഞു വീഴുന്നു. അതുപോലെ തന്നെ നൂല് ജപിച്ചു കെട്ടി വെള്ളം മൂതിക്കൊടുത്ത് അസുഖം മാറ്റുമെന്ന് പറയുന്ന മറ്റൊരു കൂട്ടർ. എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞവരും അല്ലെങ്കിൽ ഇതെല്ലാം ഒപ്പിക്കുന്നവരും അവസാനം ആ അന്ധവിശ്വാസങ്ങളുടെ അതേ വഴിയിലേക്ക് തിരിയുന്നതും കാണാം നമുക്ക് ഈ സിനിമയിൽ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നത് എടുക്കാം, അല്ലാത്തത് തട്ടിക്കളയാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.